ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് ഇത് ആക്ച്വലി ഞങ്ങളുടെ രണ്ടാമത്തെ വോട്ടിംഗ് ആണ് ഇവിടെ വന്നതിന് ശേഷം. സത്യം പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിട്ട് വോട്ടേഴ്സ് ഇതില് എന്താണ് പറയാ ഇലക്ട്രൽ രജിസ്റ്ററിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ ഒക്കെ വരാറുണ്ട്. പക്ഷെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത്, ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നൊന്നും ഒരു ഐഡിയയും ഇല്ല. നമ്മളൊരു പേരിന് മാത്രം പോയി വോട്ട് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞ. പിന്നെ പോകുന്ന വഴിക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇത് കാര്യമായിട്ടൊന്നുമില്ല, നല്ലൊരു കുഞ്ഞു വീഡിയോയാണ്. അപ്പോ നമുക്ക് പോവാം. വോട്ടിങ്ങിന് പോവാന്ന് പറയുമ്പോ ഭയങ്കര സംഭവം ഭയങ്കര കോമഡിയാണ് ആക്ച്വലി. നമ്മള് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഫ്രീ ആയിട്ട് ഇപ്പൊ 7 മണി കഴിഞ്ഞു. ഇവിടെ രാത്രി നല്ല വെളിച്ചമുണ്ട്, പക്ഷെ 7 മണി കഴിഞ്ഞു. ആദ്യം വോട്ട് ചെയ്യാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞു ഇപ്രാവശ്യം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്കിവിടെ രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് വോട്ടിംഗ് ടൈം. അപ്പൊ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോയി വോട്ട് ചെയ്യാൻ പോവാം. അപ്പൊ നമുക്ക് ലീവ് എടുക്കണ്ട, ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങണ്ട, അങ്ങനത്തെ കുറെ ഗുണങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ഇല്ല. ആകെപ്പാടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ പാർട്ടീനെയും സപ്പോർട്ട് ചെയ്യുന്ന വീട്ടുകാര് അവരിതുപോലെ ചെറിയൊരു അവരുടെ ആ പാർട്ടിയുടെ ഒരു ഫ്ലാഗ്, ചെറിയൊരു ബാനർ ആ വീടുകളുടെ മുൻപിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കുത്തിവെക്കും. ചിലപ്പോൾ അത് വീട്ടുകാർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പാർട്ടിക്കാരായിരിക്കും, നമുക്ക് അറിയത്തില്ല. എന്താണെങ്കിലും അതാണ് നമുക്കിവിടെ ആകെ കാണാൻ പറ്റുന്ന ഇലക്ഷൻ പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, ഒരു അനൗൺസ്മെന്റ് ഇല്ല, ഒരു വീടുകളിൽ വന്നിട്ട് നമ്മളെ ശല്യം ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല. എന്താണ് ഇവിടെ ചുമന്നുകൊണ്ട് കിടക്കേണ്ട അവസ്ഥയായോ ആ കുട്ടിന്? അതിനാടാ വെള്ളത്തിനകത്ത്? അതിങ്ങനെ വെള്ളം ഇങ്ങനെ വന്നിങ്ങനെ കെട്ടി നിന്ന് അവിടെ ഇങ്ങനെ പത പോലെ ആയതായിരിക്കും അല്ലേ? വയസ്സാനം കണ്ടു. ആരുടെ ഷെയ്ഡ് പോലെ? ഡ്രാഗണ്. അത് ശരി. ബാ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ തിരക്കൊക്കെ ഒഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ആ പോയ 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നെ ഇവിടുത്തെ ഇലക്ഷനൊക്കെ വോട്ടിംഗ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഒട്ടും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ വലിയ ക്യൂവും ഭയങ്കര നിറച്ച ആൾക്കാരും എന്താ പറയാ ചുറ്റുപാടും പാർട്ടിയുടെ ആൾക്കാരോ ഒന്നുമില്ല. അവിടെ ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ഒരു 3-4 സ്റ്റാഫ് ഉണ്ടാവും. നമ്മളവിടെ ചെല്ലുക, വോട്ട് ചെയ്യുക, പോരുക. ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. അരുൺ, ആർക്കും വോട്ട് ചെയ്യുന്നത് തീരുമാനിച്ചോ? ചുമ്മാ സത്യം പറഞ്ഞ ചുമ്മാ കറക്കി കുത്താനാണ് സത്യം പറഞ്ഞാൽ നമ്മള് പോകുന്നത്. ആരാ ഇലക്ഷൻ നിൽക്കുന്നതെന്നോ ആരും അറിയാൻ പാടില്ല. നമുക്ക് ഈ ഇലക്ഷന് ഒരു 2 ആഴ്ചക്ക് മുൻപ് വീട്ടിലേക്ക് ഒരു ലെറ്റർ വരും. ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്നൊക്കെയാണ് എന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളുടെ ഒരു ലെറ്റർ വരും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ചാൽ മതി, ആരും നിർബന്ധിക്കൂല. നമ്മൾ അവരുടെ പ്രസംഗം കേൾക്കണ്ട, ഒന്നുമില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാം. ഇതുണ്ടോ ആ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വീടിന്റെ മുൻപിൽ ഇതുപോലെ അവർ കുത്തിവെച്ചിട്ടുണ്ടാവും. വോട്ട് കാറ്റ് സ്മിത്ത് എന്ന് പറഞ്ഞതാണ് ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ പേരാണ്. അപ്പൊ അവരുടെ പാർട്ടിയുടെ ആ കളറും ഫ്ലാഗിന്റെ കളറും പിന്നെ ആ സ്ഥാനാർത്ഥിയുടെ ചെറിയൊരു ഫോട്ടോയും പിന്നെ ആ പേരൊക്കെ വെച്ചിട്ടൊരു ചെറിയ ബാനർ, അത്ര മാത്രമാണ് ഇവിടെ ഉള്ളൂ. നമ്മുടെ പോളിംഗ് ബൂത്ത് എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ വീടിന്റെ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ.
വീട്ടിൽ നിന്നൊരു 5-6 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. റിലാക്സ് ചെയ്ത് ജോലിയൊക്കെ കഴിഞ്ഞ് മെല്ലെ പോയാൽ മതി, തിരക്കൊന്നുമില്ല. അങ്ങനെ വന്ന് നമുക്ക് വന്ന് കളിക്കാവുന്നതേ ഉണ്ടാവുള്ളൂ, ആരും തടയൊന്നുമില്ലായിരിക്കും. ഇതാണ് നമ്മുടെ ഗാൽഗേറ്റ് FC-യുടെ ഗ്രൗണ്ടും പിന്നെ അപ്പുറത്തൊരു ചെറിയൊരു ഹോളൊക്കെ ഉണ്ട്. കണ്ടോ, പോളിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ പോലെയാണോ ഇവിടെ നിന്ന് നോക്കിയേ. അവിടെ കുറച്ച് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഗൈസ്. ഇതുണ്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മുടെ ഒരു പോളിംഗ് ബൂത്ത് നമുക്കൊന്ന് മനസ്സിൽ ചിന്തിക്കാൻ പറ്റുമോ ഇതുപോലെ? നോക്കട്ടെ, ഇത് എവിടം വരെ ഫോണും കൊണ്ട് പോകാൻ പറ്റുന്ന, വീഡിയോ എടുക്കാൻ പറ്റുന്ന. ഇതാണ് നമ്മുടെ പോളിംഗ്. അപ്പോൾ ഞാൻ വോട്ട് ചെയ്തിട്ട് ഇറങ്ങി വരുവാണ്. അത്രേ ഉള്ളൂ. 2 മിനിറ്റത്തെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. 5 പാർട്ടികളാണ് മത്സരിച്ചത്. ഞാൻ വായിച്ചത് എനിക്ക് മനസ്സിലായിരുന്നോളം കൺസർവേറ്റീവ് പാർട്ടി ഉണ്ടായിരുന്നു, ഗ്രീൻ പാർട്ടി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ലേബർ പാർട്ടി ഉണ്ടായിരുന്നു, ലിബറൽ ഡെമോക്രാറ്റ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഏതൊരു പാർട്ടി ഉണ്ടായിരുന്നു. അത് മനസ്സിലായില്ല, വായിച്ചില്ല, അത്രേ ഓർമ്മ കിട്ടിയുള്ളൂ. പിന്നെ നമുക്ക് ആകെപ്പാടെ ചെയ്യാനുണ്ടായിരുന്നത് നമ്മുടെ ID കാർഡ് കൊണ്ടു ചെല്ലുക. അവർ നമ്മുടെ ID കാർഡ് വെരിഫൈ ചെയ്യും. അത് അവരുടെ ലിസ്റ്റിൽ ഉള്ളതാണോ എന്ന് നോക്കും. നമ്മുടെ പേര് അഡ്രസ്സ് നോക്കി അവർ കണ്ടുപിടിക്കും. പിന്നെ അവർ ചെയ്യുന്നത് അവരുടെ നമ്പർ എഴുതും, ടിക്ക് ചെയ്യും. നമ്മൾ അവിടെ വന്നു എന്നുള്ളതിന് വേണ്ടിയിട്ട് ടിക്ക് ചെയ്യും. പിന്നെ അവർ ചെയ്യുന്നത്, നമുക്ക് അവരൊരു ബാലറ്റ് പേപ്പർ തരും. അത് നമ്മൾ കൊണ്ടുപോയി ബൂത്തിൽ പോയി അവിടുന്ന് ടിക്ക് ചെയ്യുക. എന്നിട്ട് കൊണ്ടുപോയി ബാലറ്റ് പെട്ടിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. അത്രേ ഉള്ളൂ. സംഭവം സിമ്പിൾ. വേറെ മിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഇപ്പോഴും മാനുവലാണ്. നമ്മുടെ നാട്ടിലെ പോലെ ബാലറ്റ് പറയുന്ന വോട്ടിംഗ് മെഷീൻ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഏതിൽ കുത്തിയാലും ഒരു കളറിലേക്ക് പോകുന്നുള്ള പേടിയൊന്നുമില്ല. നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്തത്, അതും കടലാസ് പെൻസിലാണ്. ഇവർക്ക് വേണമെങ്കിൽ വായിച്ചു കളഞ്ഞിട്ട് പിന്നെ അവരുടെ ഇഷ്ടത്തിന് എഴുതാവുന്നുള്ളൂ. അതും കടലാസ് പെൻസിലാണ്, പേന പോലും അല്ല. അത്രയും സിമ്പിൾ ആണ് സംഭവം. ആദ്യം എന്തിയെ അതാണ് നിൽക്കുന്നു. സംഭവം കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ടീം ഇവിടെ നിന്നിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഞാൻ കളർ കോഡൊക്കെ ഉണ്ട്. മിക്കവാറും ഒരു ഫുട്ബോൾ ടീം ആയിരിക്കുള്ളൂ. അതൊക്കെ ഫുട്ബോൾ കളിക്കാൻ തോന്നുന്നുണ്ടോ പാക്കുട്ടാ? ഫുട്ബോൾ കളിക്കാൻ തോന്നുന്നുണ്ടോടാ? വോട്ട് ഇത് വന്നു കഴിഞ്ഞപ്പം നമുക്കൊരു ആഗ്രഹം, മനീഷ് ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോവാന്ന്. അപ്പൊ ചുമ്മാ അവിടം വരെ ഒന്ന് പോയി ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ ആ ഒരു വീട്ടിലേക്ക്. അപ്പൊ എന്താണെങ്കിലും ഒരുക്കി കെട്ടി ഇറങ്ങി. അപ്പൊ പിന്നെ അവരെയും കൂടി ഒന്ന് കണ്ടിട്ട് പോയേക്കാം എന്ന് ഞങ്ങളങ്ങ് വിചാരിച്ചു. ആദ്യം ഓൾറെഡി അങ്ങ് എത്തി, അവരുടെ വീടിന് മുൻപിൽ എത്തിയെന്നു. ഓ അല്ല, അവനാ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെ, ഇവിടെ ഗ്രീൻ പാർട്ടിയുടെ ഒരു ബാനർ ഇവിടെ. അപ്പൊ ഈ വീട്ടുകാർ ഗ്രീൻ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗൈസ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നത് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടോ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടോ ആ സ്ഥാനാർത്ഥിയോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഉണ്ട് UK-ല്. മറ്റ് രാജ്യങ്ങളിലൊക്കെ കാണുമായിരിക്കും. അപ്പം ക്രെഡിറ്റ് സ്കോർ വെച്ചിട്ടാണ് നമുക്ക് പല കാര്യങ്ങളിലും ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ക്രെഡിറ്റ് സ്കോർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇലക്ട്രൽ രജിസ്റ്ററിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ, നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ കൂടി കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ പല കാര്യങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇലക്ട്രൽ രജിസ്റ്ററിൽ ഇവിടെ വരുമ്പം പേര് രജിസ്റ്റർ ചെയ്യുന്നതും പിന്നെ ഇലക്ഷന്റെ സമയത്ത് പോയി വോട്ട് ചെയ്യുന്നതൊക്കെ. അല്ലാണ്ട് രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നോക്കട്ടെ അവരെവിടെയാ നോക്കട്ടെ. അന്നമോള് വന്നു പറഞ്ഞു ഹലോ. വ്ളോഗായിരുന്നു, വോട്ട് ചെയ്യാൻ പോയ വ്ളോഗായിരുന്നു. വോട്ട് ചെയ്യാൻ പോയ വ്ളോഗ്. അപ്പൊ നമ്മുടെ വോട്ടിംഗ് ഇലക്ഷൻ വിശേഷങ്ങളും ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.
നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയില് ഞങ്ങൾ വീണ്ടും കാണുന്നതായിരിക്കും. അതായിരിക്കും ബൈ. നിവിൻ പോളി. ഇനി മലയാള ഹിന്ദി നടന്മാരിൽ ഏതെങ്കിലും ആള് ബാക്കിയുണ്ടോ? ഒരു ബൈ പറയോ? അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.